ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് മുടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് മുഖത്തെ ഭംഗിയേക്കാളും നമുക്ക് മുടിയാണ് നല്ല ഒരു എടുപ്പ് തോന്നുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയായാലും മുടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംരക്ഷണമൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൽ ഈ മുടി കൊഴിച്ചലാണ് കൂടുതൽ ആൾക്കാർക്കും. അതുപോലെ മുടി വളരാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുടി കൊഴിച്ചൽ നിർത്തിയാലേ നമുക്ക് മുടി വളരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ മുടി കൊഴിച്ചൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഓയിൽ അല്ലെങ്കിൽ ആ ഒരു ഹോം മെയ്ഡ് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അതുപോലെ തന്നെ മുടി കരുത്തോടെ വളരാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങളും നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, പുറമേയൊക്കെ പുരട്ടിയിട്ട് കാര്യമില്ല. മസ്റ്റായിട്ട് കഴിക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളാണ് ഇത്. ഞാനൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. ചിലപ്പോഴൊക്കെ മിസ്സായി പോകും, എന്നാലും നമുക്ക് ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാവുന്നതും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഞാൻ പറയാം, മുടി കരുത്തോടെ വളരാൻ കഴിക്കേണ്ട 7 ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് പറഞ്ഞു തരാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതെല്ലാവർക്കും ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ ആരോഗ്യകരവും തിളക്കമുള്ളതുമായ മുടി ലഭിക്കുന്നതിന് പരിചരണം കൊണ്ട് മാത്രമല്ല, മറിച്ച് നല്ല സമീകൃത ആഹാരം കഴിക്കുന്നതിലൂടെയാണ് നമുക്ക് നല്ല ഒരു കരുത്തുള്ള മുടി ഉണ്ടാകാനും മുടി കൊഴിച്ചൽ നിർത്തി മുടി വളരാനും സഹായിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അത് ആരോഗ്യകരവും തിളക്കമുള്ളതുമായ മുടി ലഭിക്കുന്നതിന് പരിചരണം കൊണ്ട് മാത്രമല്ല, മറിച്ച് സമീകൃത ആഹാരം കഴിക്കുന്നതിലൂടെയാണ് മുടിയുടെ ബലം, വളർച്ച, തിളക്കം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ അത്യന്താപേക്ഷിതമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടാണ്. കൂടുതലും ഞാൻ ക്യാമറയിലോട്ട് നോക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത്. നിങ്ങൾക്ക് വീണ്ടും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അപ്പോൾ സമീകൃത ആഹാരം മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കും കേട്ടോ, നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയ സമീകൃത ആഹാരം കഴിക്കുന്നത് മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കും. മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് കഴിക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴിക്കേണ്ടത്, മുട്ട കഴിക്കുന്നത് മുടി ഇഴകളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. മുട്ട നിങ്ങൾക്ക് കഴിക്കാനറിയാം, പക്ഷെ അതെന്തിനാണെന്നുള്ളത് അറിയില്ല. മുട്ട കഴിക്കുന്നത് മുടിയുടെ ഇഴകളിലൂടെയുള്ള ഇത് ബലപ്പെടുത്തുകയും തിളക്കം നൽകുകയും മുടി പൊട്ടിപ്പോകാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ആ പൊട്ടലൊക്കെ ഉണ്ടാവില്ലേ, അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുട്ട കഴിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഉയർന്ന അളവിലുള്ള പ്രോട്ടീൻ മുടിയിഴകളിലെ ബലഹീനമായ ഭാഗങ്ങളെ പുനർനിർമ്മിക്കുന്നു. മുട്ടയുടെ മഞ്ഞക്കരിവിലുള്ള ആരോഗ്യകരമായ കൊഴുപ്പ് വരണ്ട മുടിയെ മൃദുവാക്കാനും സ്വാഭാവിക തിളക്കം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അതുപോലെ വിറ്റാമിനുകളും ധാതുക്കളും മുടിവേരുകളെ പോഷിപ്പിക്കുകയും തലയോട്ടിയുടെ, നമ്മുടെ ഇവിടെയൊക്കെ ഈ തലയോട്ടി എന്നൊക്കെ പറയില്ല, അവിടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ചീരയാണ് കേട്ടോ. അത് മുരിങ്ങയില ആയാലും നല്ലത്, മറ്റേ പച്ചച്ചീരയായാലും നല്ലത് കേട്ടോ. ഏത് തരത്തിലുള്ള ചീരയായാലും നിങ്ങൾ ഒഴിവാക്കരുത്. മുടി പൊട്ടിപ്പോകുന്നത് കുറയ്ക്കുകയും തലയോട്ടിയിലെ ഈർപ്പം നിലനിർത്തുകയും ചെയ്യും കേട്ടോ. ഈ ചീര എന്ന് പറയുന്നത് വെറുതെ ചീര കഴിക്കുന്നതല്ല, നമ്മുടെ തലമുടിയൊക്കെ വരണ്ടു പോകാതെ നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ട് ഇരിക്കാനും ഈ ചീര സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക, അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്കത് തിരുത്താം. മുടിയിലെ കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ്റെ വിതരണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഇരുമ്പ്, ഫോളേറ്റ്, വിറ്റാമിനുകൾ എ, സി എന്നിവ ഈ ഇലക്കറികളിൽ അടങ്ങിയിരിക്കുന്നു. ഇരുമ്പ്, വിറ്റമിൻ എ, വിറ്റമിൻ സി തുടങ്ങിയ പ്രധാന പോഷകങ്ങൾ നൽകിക്കൊണ്ട് മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയെ ചീര സഹായിക്കുന്നു. അതുപോലെ ഈ പോഷകങ്ങൾ മുടിവേരുകളിലേക്കുള്ള ഓക്സിജൻ്റെ ലഭ്യത മെച്ചപ്പെടുത്തുകയും മുടി പൊട്ടുന്നത് കുറയ്ക്കുകയും തലയോട്ടിയിലെ ഈർപ്പം നിലനിർത്തുകയും ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം മധുരക്കിഴങ്ങ്. ഈ മധുരക്കിഴങ്ങ് വെറുതെ കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടുമോ എന്നറിയില്ല. ഈ മധുരക്കിഴങ്ങിൽ ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്ന ധാരാളമായി അടങ്ങിയിരിക്കുന്നു. മധുരക്കിഴങ്ങിൽ ബീറ്റ കരോട്ടിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ആരോഗ്യകരവും ഈർപ്പമുള്ളതുമായ ശിരോചർമ്മം നിലനിർത്താൻ സഹായിക്കുന്ന വിറ്റാമിൻ എ ആയി ശരീരം ഇതിനെ മാറ്റുന്നു. മനസ്സിലായില്ലേ? കോശങ്ങളുടെ വളർച്ച, തലയോട്ടിയിലെ സ്വാഭാവിക എണ്ണമയം, മുടിവേരുകളുടെ ബലം എന്നിവയെ സഹായിക്കുന്ന ബീറ്റ കരോട്ടിൻ പറയുന്നത് ശരീരം ഇതിനെ വിറ്റാമിൻ എ ആയി മാറ്റുന്നു. മനസ്സിലായില്ലേ? അതായത് ഈ ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആ ഒരു മുടിവേരിനെ വിറ്റാമിൻ എ ആയി മാറ്റുന്നു. വിറ്റാമിൻ സി, ചെമ്പ് എന്നിവ നൽകിക്കൊണ്ട്, അതായത് മധുരക്കിഴങ്ങ് മുടിയുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു കേട്ടോ. പിന്നെ വന്നിട്ട്
അയില, സാൽമൺ, അയില തുടങ്ങിയ വീക്കം കുറയ്ക്കാനും മുടി കൊഴിച്ചൽ കുറയ്ക്കാനും സഹായിക്കുന്നു. ഈ സാൽമൺ പോലുള്ള വലിയ മീൻ, അതുപോലെ അയില തുടങ്ങിയ മീനുകളൊക്കെ ഇല്ലേ, അത് വന്നിട്ട് നമ്മളുടെ ആ ഒരു തലയോട്ടിയിലൊക്കെ ഒരു നീർക്കെട്ട് അങ്ങനെയൊക്കെ ഇല്ലേ, അത് ആ വീക്കം കുറയ്ക്കാനും മുടി കൊഴിച്ചൽ കുറയ്ക്കാനും കൊഴുപ്പുള്ള മത്സ്യങ്ങളായ സാൽമൺ, അയല തുടങ്ങിയ തലയോട്ടിയിലെ വീക്കം കുറയ്ക്കാനും മുടിയിഴകളുടെ വേരുകളുടെ ഫോളിക്കുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന omega-3 ആസിഡുകളും വിറ്റമിൻ ഡിയും ഇവ നൽകുന്നു. ഞാനിത് പ്രത്യേകം പറയുന്നത് മുടിയെക്കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ്. ഇതൊക്കെ നിങ്ങൾ കുറിച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണുക കേട്ടോ. ഇത് മസ്റ്റാണ്, ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഈ മത്സ്യമൊക്കെ അധികം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ഞാൻ ചെയ്യും. അതുപോലെ വാൽനട്ട്, ബദാം, ബ്രസീൽ നട്ട്സ് എന്നിവയുടെ വേരുകൾക്ക്, ഈ മുടിയുടെ വേരുകൾക്ക് ബലം നൽകുന്നു. ബയോട്ടിൻ, വിറ്റാമിൻ ഇ, omega-3 ഫാറ്റി ആസിഡുകൾ, സിങ്ക് തുടങ്ങിയവ ആവശ്യ പോഷകങ്ങൾ നൽകിക്കൊണ്ട് നട്ട്സുകൾ മുടി വളർച്ചയെ സഹായിക്കുന്നു. വാൽനട്ട്, ബദാം, ബ്രസീൽ നട്ട്സ് എന്നിവയാണ് ഇതിനായി ഏറ്റവും മികച്ച. ഉപ്പ് ചേർക്കാത്തതും പച്ചയായോ വെള്ളത്തിൽ കുതിർത്തതോ ആയ നട്ട്സ് ദിവസവും ഒരു പിടി ഏകദേശം 25 മുതൽ 30 ഗ്രാം വരെ കഴിക്കുന്നത് മുടിയുടെ വേരുകൾക്ക് ബലം നൽകാനും ശിരോചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ അങ്ങനെ ഈ മത്സ്യമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വാങ്ങാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ തുടർച്ചയായിട്ട് ഒരുപാട് കഴിച്ചില്ലെങ്കിൽ കുറച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. അതുപോലെ ചീര, എനിക്ക് പച്ചച്ചീര കിട്ടാത്ത കാരണം ഡെയിലി ഞാൻ ഒരു പിടി മുരിങ്ങയില പറിച്ചിട്ട് വീട്ടിലുണ്ടാകുമല്ലോ, അത് എല്ലാ കറികളിലും ഞാൻ താളിക്കുമ്പോൾ ഇടാറുണ്ട്. അതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ താളിക്കുന്ന സമയത്ത് അതിലൊക്കെ ഇടാറുണ്ട്. ഇപ്പോൾ കറി താളിക്കുകയാണെങ്കിൽ കടുകിൻ്റെ കൂടെ ഞാൻ ഒരു പിടി എപ്പോഴും ഇടാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നമ്മൾ ഇത് മാത്രം നമ്മൾ തേച്ചത് കൊണ്ട് മാത്രമൊന്നും ആകില്ല, നമ്മൾ ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെളിയിൽ നിന്നൊന്നും വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ, അതായത് ഒരു 100 ഗ്രാമൊക്കെ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന കണക്കാണ് ഞാൻ പറയുന്നത്. ഒരു 100 ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ ആയിരിക്കണം, പുറത്തുനിന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മുടി വളരില്ല കേട്ടോ. നല്ല ചക്കയിലാട്ടിയ വെളിച്ചെണ്ണ പറയില്ലേ, കലർപ്പില്ലാത്ത ആ വെളിച്ചെണ്ണ 100 ഗ്രാം എടുക്കുക. അതിൽ ഒരു പിടി ചെറിയുള്ളി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് രണ്ടും കൂടി മിക്സിയിലിട്ട് നല്ലോണം അടിക്കുക. എന്നിട്ട് നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ ഈ അരച്ചതിനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് അരച്ചില്ലേ, അതിനെ ഒഴിച്ച് നല്ലോണം ഇങ്ങനെ കിണ്ടി എടുക്കുക, നല്ല എണ്ണ തെളിഞ്ഞ് വരുന്നവരെ. എന്നിട്ട് കുറേ നേരം ആ എണ്ണ തെളിഞ്ഞ് നല്ലോണം എണ്ണ വരും. എന്നിട്ട് നമ്മളൊരു തുണിയോ അരിപ്പയോ വെച്ചിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ആറിയതിന് ശേഷം കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ട് കുളിക്കാൻ പോകുന്നതിന് മുമ്പോ ഒക്കെ നിങ്ങൾ തലയിൽ തേക്കുക. എന്നിട്ട് തലയിൽ തേച്ച് കുളിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തലയിൽ തേക്കുന്നവരാണെങ്കിൽ ഉള്ളിയുടെ മണം വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ, അതായത് മണമുള്ള എന്തെങ്കിലും ഒരു ഡ്രോപ്സ് അതിൽ ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് തലമുടിയിലും കുളിച്ചിട്ടും ഒക്കെ തേക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കാണ് ഈ എസൻഷ്യൽ ഓയിൽ ഒരു ഡ്രോപ്പ് ഒഴിക്കുന്നത്. അല്ലാത്തവർക്ക് വെറുതെ തേച്ച് കുളിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ഒണിയൻ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഡൂപ്പറാണ്. മുടി നന്നായിട്ട് വളരും. ഗൾഫിലൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ റെഡിമെയ്ഡായിട്ട് കിട്ടും. ഇവിടെയൊക്കെ തട്ടിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ പേര് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് ആ വെളിച്ചെണ്ണയൊന്നും നല്ലതല്ല കേട്ടോ. അങ്ങനെ ഞാൻ പാർലർ നടത്തുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ല നിങ്ങൾക്ക് ഒന്നിനും സമയമില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾ ഇതും ചെയ്തോളൂ. എൻ്റെ സോപ്പ് വാങ്ങിക്കൂ. ഈ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു തരുന്നതാണ്, ഇഷ്ടമുള്ളവർ വാങ്ങുക. അപ്പോൾ വാങ്ങിയവരൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല. ഈ സോപ്പ് ബെസ്റ്റ് സോപ്പാണ്. സാധാരണ ഒരു അലോവേറ സോപ്പല്ല. ഇതിൽ ബദാം ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഞാൻ പറഞ്ഞില്ലേ സമയമില്ലാത്തവർക്ക് വെജിറ്റബിൾ ഓയിൽ ഒക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ നല്ല ഒരു ഇതാണ്. അപ്പം മുടിയിൽ നിങ്ങൾക്ക് ദേഹത്തും മുഖത്തും തേക്കാം. അതുപോലെ തന്നെ തലമുടിയിലും തേച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാറും. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തേക്കുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ തേക്കുമ്പോൾ കുറേ കുറേ കുറയും എന്നുള്ളത് കൊഴിയെന്ന് പറയുന്ന പോലെ തോന്നി. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിച്ച് നോക്കുക. മുടി കൊഴിച്ചിലൊക്കെ നിന്നാലേ നമുക്ക് മുടി വളരാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ മുടി വളരാനായിട്ട് ബേസിക് ആയിട്ടുള്ളത് നിർത്തണം. അപ്പോൾ മുടി കൊഴിയുന്നതുകൊണ്ട് നിങ്ങൾ ടെൻഷനും ആകണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ടാവും. ഒരു മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ 9 മുടി വളരും. പക്ഷേ ഞാൻ പറഞ്ഞ ഈ ഭക്ഷണവും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തവർ പറയും ഞങ്ങൾ എങ്ങനെയാണെന്ന്. അപ്പോൾ വേറെ എന്തിനൊക്കെ കാശ് ചിലവാക്കുന്നത്, നിങ്ങളുടെ നല്ല മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കാശ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ നട്ട്സുകളും ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കൊന്നും ഒരുപാട് പണമൊന്നുമില്ല. അപ്പോൾ എന്താണോ നമുക്ക് ആവശ്യം അതിന് വേണ്ടി പണം ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ സമയമില്ലാത്തവർ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുറയും കേട്ടോ. പിന്നെ അതും ചെയ്ത് നോക്കുക. ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ സോപ്പ് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷാമ്പൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. എണ്ണ തേച്ച് നിങ്ങൾക്ക് കുളിക്കുകയും ചെയ്യാം. ഇത് ഷാമ്പൂ പോലെ ഉണ്ടാവും. നല്ല മുടി കൊഴിച്ചിലൊക്കെ മാറും. അതായത് ഇന്ന് ഞാൻ എണ്ണ തേച്ച് ഈ സോപ്പിട്ട് കുളിച്ചിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഒതുങ്ങുന്നേ ഇല്ല, ഷാമ്പൂ ഇട്ട പോലെ. നല്ല മോയ്സ്ചറൈസിങ് ആണ്. അതുപോലെ തന്നെ ഹെയർ പാക്ക് കേട്ടോ. ഇതിൽ ഒത്തിരി ഞാൻ ഇതിനെപ്പറ്റി എടുത്ത് പറയുന്നില്ല, വീഡിയോ ലെങ്ത് ആവും. ഈ ഹെയർ പാക്കിൽ നിങ്ങൾക്ക് എണ്ണ കാച്ചിയിട്ടോ അല്ലെങ്കിൽ തലേദിവസം രാത്രി പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മുടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാറും, മുടിയൊക്കെ വളരും കേട്ടോ. നന്നായിട്ടുണ്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.